ഇന്ന് നമ്മൾ ക്യാരക്ടർ അറേസിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. വി ഹാവ് ഓൾറെഡി ലേൺ എ ക്യാരക്ടർ അറേ. നിങ്ങൾക്ക് വൈറ്റ് സ്ക്രീൻ കാണാലോ അല്ലെ? ക്യാൻ യു സീ ദ വൈറ്റ് സ്ക്രീൻ? വൈറ്റ് ബോർഡ് കാണാലോ അല്ലെ? ഇല്ലെങ്കിൽ പറയണം. അപ്പോ ഇന്ന് എന്താണ് ക്യാരക്ടർ അറേ എങ്ങനെ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ സ്ട്രിങ് റീഡ് ചെയ്ത് ക്യാരക്ടർ എങ്ങനെ സ്റ്റോർ ചെയ്യുക? സപ്പോസ് യു ആർ റീഡിങ് എ സ്ട്രിങ് ഹലോ, ഓൾറെഡി കവർ ചെയ്തതാണ്. ഹലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ അറേ എങ്ങനെ വരിക? ഒരു അറേ ക്രിയേറ്റ് ചെയ്യും. ഒരു അറേ ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് H E L L L O അത് കഴിഞ്ഞ് /0 സ്റ്റോർ ചെയ്യും. ഇങ്ങനെയാണ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. HELLO അത് കഴിഞ്ഞ് /0 അറ്റ് അവസാനം ഉണ്ടാവും. ഇങ്ങനെയാണ് ക്യാരക്ടർ അറേ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, this is how we manipulate a character array. ഞാൻ വേറെ വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാം. Okay, now suppose you have a character array. We are storing hello. എങ്ങനെയാ സ്റ്റോർ ചെയ്യുക? We have a character array like this. അതിൽ ആദ്യത്തെ H സ്റ്റോർ ചെയ്യും, പിന്നെ E, പിന്നെ L, പിന്നെ L, പിന്നെ O, അവസാനം /0 ഉണ്ടാവും. ഇങ്ങനെയാണ് ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യുന്നത്. ഇൻഡെക്സ് ഓഫ് 0, 1, 2, 3, 4, 5. This is how we write the index. ഇനി ഒരു ക്യാരക്ടർ ലെങ്ത് എങ്ങനെ അറിയാൻ പറ്റും? Look here. Here HELLO is our character string. ഇത് ലെങ്ത് എങ്ങനെ അറിയാൻ പറ്റുക? 1, 2, 3, 4, 5 ആണ്. അപ്പോ ഈ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 0 മുതൽ 5 വരെ ആയതുകൊണ്ട് എന്ത് വേണം? ഈ /0 ചേർത്ത് കഴിഞ്ഞാൽ 5 ആയി കഴിഞ്ഞു. ഓക്കെ, സോ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയോ? ഇത് ഒന്നാമത്തെ, രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ. 5 ആണ് ലെങ്ത്. ഓക്കെ, ഇനി എങ്ങനെ ഒരു പ്രോഗ്രാം വഴി we are going to find the length of a string. Length of a string. ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ഓക്കെ, ആദ്യം എന്ത് വേണം? എൻ്റർ എ സ്ട്രിംഗ് എന്ന് ചോദിക്കണം. യു ഹാവ് ടു റീഡ് ദ സ്ട്രിംഗ്. സ്ട്രിംഗ് റീഡ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ സ്ട്രിംഗ് എന്നൊരു വേരിയബിളിൽ സ്ട്രിംഗ് സ്റ്റോർ ചെയ്തു. നമ്മൾ റീഡ് ചെയ്ത സ്ട്രിംഗ് ഇവിടെ സ്റ്റോർ ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഹലോയ്ക്ക് പകരം വേറെ എന്തെങ്കിലും പേര് കൊടുക്കാം. ഫ്ലവർ, FLOWER. അവസാനം എന്തോരം /0 ഉണ്ടാവും. ഇൻഡെക്സ് ഓഫ്
0 ആണ്, 1 ആണ്, 2 ആണ്, 3 ആണ്, 4 ആണ്, 5 ആണ്, 6 ആണ്. ഇനി ലെങ്ത് എങ്ങനെ കണ്ടെത്താൻ നോക്കാം. എന്തുകൊണ്ട് ആദ്യം I എന്നൊരു വേരിയബിൾ സെറ്റ് ചെയ്യണം. ഷുഡ് ബി 0. ഇനി എന്ത് വേണം, വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് വൈൽ string of I എന്താവരുത്, /0 ആവരുത്. നോട്ട് ഈക്വൽ ടു /0 ആണ് എന്ത് വേണം, we can increment the value of I equal to I plus 1. ഇത്ര ചെയ്യാനുള്ളൂ. അപ്പൊ ആദ്യം എന്ത് വരും, ആദ്യം ഐയുടെ വാല്യൂ 0 ആവും. ഐയുടെ വാല്യൂ 0 ആവുമ്പോൾ എന്താണ്, f ആണ്. സ്ട്രിംഗ് ഓഫ് I എന്ന് വെച്ചാൽ എന്താ, f ആണ്. f നോട്ട് ഈക്വൽ /0 ആണെന്ന് നോക്കി. ദാറ്റ് ഈസ് ആദ്യമേ സ്ട്രിംഗ് ഓഫ് ഐയുടെ വാല്യൂ 0 ആണ്. എന്താ വരിക, ഇറ്റ് ഈസ് ഈക്വൽ ടു f ആണ്. f is not equal to /0. അപ്പൊ വീണ്ടും എന്താണ്, ഐയുടെ വാല്യൂ 1 ആവും. സ്ട്രിംഗ് ഓഫ് 1 ആവും. സ്ട്രിംഗ് ഓഫ് 1 എങ്ങനെ ചെക്ക് ചെയ്യുന്നത്, സ്ട്രിംഗ് ഓഫ് 1 എന്താ കിട്ടിയത്, L ആണ്. L നോട്ട് ഈക്വൽ ടു /0 ആണ്. L നോട്ട് ഈക്വൽ /0. ഇനി അടുത്ത എന്താ, അടുത്ത ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ 0 വരും, W വരും, E വരും, R വരും. ഓക്കെ, ഇപ്പൊ ഐയുടെ വാല്യൂ എന്താ വരുന്നത്, ഐയുടെ വാല്യൂ 1. ഇവിടെ സ്ട്രിംഗ് ഓഫ് 2 ആണ്. ഇത് സ്ട്രിംഗ് ഓഫ്, ഞാൻ മുഴുവനായിട്ട് എഴുതാം. ഇത് സ്ട്രിംഗ് ഓഫ് 2i, string of 3i, string of 4i, string of 5i. R എത്തുമ്പോഴേക്കും ഓക്കെ, R നോട്ട് ഈക്വൽ R എത്തി. ഒന്നുകൂടി എന്ത് വേണം, ഇനി വീണ്ടും കൂട്ടി, അതിന്റെ വാല്യൂ 6 ആയി. സ്ട്രിംഗ് ഓഫ് 6 വെച്ചിട്ട് it will be /0. അപ്പൊ we are terminating. So what is the value of I now? ഇത് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ എന്താ വരിക, I will be 6. ആൻസർ എത്രയാ, ആൻസർ 6 എന്നാ വരണ്ട. ശരിക്കും 5 എണ്ണേ ഉള്ളൂ, നമ്മൾ 0 മുതൽ കൗണ്ട് ചെയ്യുന്നുണ്ട്. 6 എന്നാണ് ഉത്തരം. സോ ആൻസർ ഇസ് 6. ആൻസർ ഇസ് 6. ഓക്കെ, ദിസ് ഹൗ വി കൗണ്ട് ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ്. സ്ട്രിംഗിന്റെ ലെങ്ത് എങ്ങനെ കണ്ടെത്താനുള്ള പ്രോഗ്രാമാണ്. Program is here. Okay, this is how the program works. To find the length of a string, ആദ്യമേ ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ void main character string 50 int I equal to 0, printf enter a string. ശ്രദ്ധിക്കുക, scanf നോക്കുക, scanf ഇല്ല, percentage string എന്നുള്ളൂ. There is no and. It is not that. There is no and symbol. സാധാരണ നമ്മൾ scanf എല്ലാത്തിനും and symbol ഉണ്ടാവും. string ആണ്, percentage s ഉപയോഗിക്കുന്നതാണ് ഈ സ്ട്രിംഗിന്റെ കൂടെ and ആവശ്യമില്ല. ഓക്കെ, percentage s ആണോ, there is no and. പെർസെന്റേജ് ആണ് ആൻഡിന്റെ ആവശ്യമില്ല, ബിക്കോസ് ഇത് അറേ ആയിട്ട് ഞാൻ അറേയുടെ അഡ്രസ് ആണ് കൊടുക്കുന്നത്. ലേൺ അടുത്ത സെഷൻ എന്തുകൊണ്ട് ആൻഡ് ഉപയോഗിക്കുന്നത് പറഞ്ഞുതരാം. ഇപ്പൊ മനസ്സിലാക്കുക, പെർസെന്റേജ് എസ് ആണോ, നോ ആൻഡ് സിമ്പിൾ. ഇനി എന്താ നമ്മൾ നേരത്തെ ഇതേ കൂടെ വൈൽ സ്ട്രിംഗ് ഓഫ് I നോട്ട് ഈക്വൽ ടു 0, നോട്ട് ഈക്വൽ /0, I ഈക്വൽ ടു I പ്ലസ് പ്ലസ്. ഇത് കൗണ്ട് കഴിഞ്ഞ് എന്ത് പറ്റും, ലെങ്ത് ഓഫ് സ്ട്രിംഗ് നമുക്ക് ഐയിൽ കിട്ടും. I will the answer of length of string. Is it clear now? Okay. Now okay, now we are going to check whether a string is palindrome or not. Palindrome എന്ന് കേട്ടിട്ടുണ്ടോ? Have you heard about what a palindrome is? Palindrome എന്ന് വെച്ചാൽ നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് വായിച്ചാലും വലത്തുനിന്ന് ഇടത്തോട്ട് വായിച്ചാലും ഒരേ വാക്കുകളായിരിക്കണം. That's known as palindrome. ലെഫ്റ്റ് റൈറ്റിലേക്ക് വായിച്ചാലും റൈറ്റ് ലെഫ്റ്റിലേക്ക് വായിച്ചാലും എന്ത് വേണം, ഇറ്റ് ഷുഡ് ബി സെയിം. ഫോർ എക്സാമ്പിൾ മലയാളം വായിച്ചു നോക്കിയേ, മലയാളം. ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ MALAYIM മലയാളം. തിരിച്ചു വായിച്ചു നോക്കിയാൽ MALAY മലയാളം. തിരിച്ച് ഇവിടെ അങ്ങോട്ട് വായിച്ചാലും മലയാളം എന്ന് വായിക്കുള്ളൂ, ഇവിടെ ഇങ്ങോട്ട് വായിച്ചാലും മലയാളം എന്ന് വായിക്കുള്ളൂ. അങ്ങനത്തെ സ്ട്രിങ്ങിന് പറയുന്ന പേരാണ് പാലിൻഡ്രോം. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം തന്നെയാണ്. ഫൈൻഡ് ഔട്ട് സം അതർ വേർഡ്. ഇനി വേറെ ഏതെങ്കിലും വേർഡ് നിങ്ങൾ കണ്ടെത്തുക. അപ്പൊ നമ്മൾ എന്ത് വേണം, മലയാളം വെച്ച ആൻസർ പാലിൻഡ്രോം ആണ്, എസ് എന്ന് ഉത്തരം കിട്ടണം. അമ്മ is also yes. Suppose we write hello or write father, answer is no. ഇവിടെ ഇങ്ങോട്ട് വായിക്കുമ്പോൾ എന്നാണ് കിട്ടുന്നത്. അങ്ങോട്ട് വായിച്ചാലും ഇങ്ങോട്ട് വായിച്ചാലും ഒരേപോലെ വന്നു ഞാൻ എന്താ പറയാ, ഇറ്റ് ഇസ് നോൺ ആസ് എ പാലിൻഡ്രോം. ഇനി ഒരു സ്ട്രിംഗ് എങ്ങനെയാണ് പാലിൻഡ്രോം ആണോ അല്ലയോ നോക്കുക. നമുക്ക് സപ്പോസ് സ്ട്രിംഗ് റീഡ് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ സ്ട്രിംഗ് റീഡ് ചെയ്യുക. സ്ട്രിംഗ് റീഡ് ചെയ്യുമ്പോൾ ആദ്യമേ മലയാളം ചെയ്ത് നോക്കാം. സ്ട്രിംഗ് റീഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക, MALAYAM
A L A M ഒരു സ്ലാഷ് 0 ഇങ്ങനെയാണ് സ്ട്രിംഗ് സ്റ്റോർ ചെയ്യുന്നത്. This is how we store a string. ആദ്യത്തെ ലൂപ്പ്, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കട്ടെ. Index of this index 0, index 1, index 2, index 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിന്റെ പേര് നമുക്ക് സ്ട്രിംഗ് എന്ത് പേരും കൊടുക്കാം. Let me give the name. സ്ട്രിംഗ് തന്നെ കൊടുത്തേക്കാം. ഇനി എന്ത് ചെയ്യണം? ഈ സ്ട്രിംഗ് ഓഫ് 0 ഈക്വൽ ടു ഈ സ്ലാഷ് 0യുടെ കേസ് നമ്മൾ ഒഴിവാക്കുക. നമുക്ക് ലെങ്ത് ഓഫ് സ്ട്രിംഗ് കണ്ടെത്താൻ പഠിച്ചു. എങ്ങനെ ലെങ്ത് ഓഫ് സ്ട്രിംഗ് കിട്ടാന്ന് മനസ്സിലായി. ലെങ്ത് ഓഫ് സ്ട്രിംഗ് 9 കിട്ടുക, നമുക്ക് 8 പോലെ മതി. ലൈക് സപ്പോസ് ലെങ്ത് ഓഫ് സ്ട്രിംഗ് 9 കിട്ടി, നമുക്ക് ഐയിലെ ലെങ്ത് ഓഫ് സ്ട്രിംഗ് കിട്ടിയേക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ 0 മുതൽ നോക്കണം. ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ I-1. അതായത് നമുക്ക് ലാസ്റ്റ് ഇവിടെ വേണം പോയിന്റ് ചെയ്യാൻ. ദിസ് ഇസ് ലാസ്റ്റ്, ദിസ് ഇസ് ഫസ്റ്റ്. ഇനി എന്ത് ചെയ്യണം? സ്ട്രിംഗ് ഓഫ് ഫസ്റ്റ് സ്ട്രിംഗ് ഓഫ് ലാസ്റ്റ് ആണോ നോക്കണം. string of first equal to string of last ആണ് എന്താ വേണ്ടേ? രണ്ട് സെയിം ആണ്, ഇത് രണ്ട് സെയിം ആണ്, ഈ എം സെയിം ആണ്. അപ്പം എന്താണ് അടുത്ത എയും ചെക്ക് ചെയ്യണം. ആ സെയിം ആണ്, എല്ലാം ചെക്ക് ചെയ്യണം. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ എമ്മും സെയിം ആണോ നോക്കണം. സെയിം ആണെങ്കിൽ അടുത്ത എയും സെയിം ആണോ നോക്കണം. എവിടെയെങ്കിലും വെച്ച് സെയിം അല്ലെങ്കിൽ എന്ത് വേണം? വി ക്യാൻ ടെർമിനേറ്റ്. ഇപ്പൊ പ്രോഗ്രാം എഴുതുമ്പോൾ എങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചാൽ ആദ്യമേ ഈക്വൽ ആണോ എന്നല്ല നോക്കുക, ഈക്വൽ അല്ലയോ നോക്കും. ഇഫ് സ്ട്രിംഗ് ഓഫ് not equal to string of last എന്ത് വേണം? വി ക്യാൻ ബ്രേക്ക്. ഇത് ചെക്ക് ചെയ്യാനില്ല. ഈക്വൽ ആണെങ്കിൽ എന്ത് വേണം? നമുക്ക് ഫസ്റ്റിന്റെ വാല്യൂ കൂട്ടണം. ഫസ്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് 1. അതായത് നമുക്ക് ഇനി എന്ത് വേണം? ഇനി എയോട് കമ്പയർ ചെയ്യണം. ഫസ്റ്റിന്റെ വാല്യൂ 1 വരണം. ഫസ്റ്റിന്റെ വാല്യൂ ആദ്യമേ 0 ആയിരുന്നു, ഫസ്റ്റിന്റെ വാല്യൂ ഇനി 1 വരണം. ലാസ്റ്റിന്റെ വാല്യൂ 1 കുറയണം. ലാസ്റ്റ് ഈക്വൽ ടു ലാസ്റ്റ് മൈനസ് 1. ലാസ്റ്റിന്റെ വാല്യൂ 8 വരെ ഇനി 7 വന്നാൽ മതി. വീണ്ടും ചെക്ക് ചെയ്ത് രണ്ട് ഈക്വൽ ആണോ? ഈക്വൽ അല്ലെങ്കിൽ എന്ത് വേണം? വി ക്യാൻ ബ്രേക്ക്. If they are equal, what you have to do? We have to increment first. We have to repeat this. That is, we have to set first is equal to 2 and last equal to 6. Again, if they are same, check whether L is equal to L. Is these two are same? What you have to do? We have to increment this. The A varanam, the A varanam. Again, this rendu nokka, this same aanu. Appo endu venam ivide etti. First ivide thanne etti, last ivide thanne etti. Adum same thanne varum. Adum ingote close. Pinne first ivide varum, last ivide തിരിച്ചു വരും. അപ്പോഴേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് പ്രോഗ്രാം മനസ്സിലായി വിചാരിക്കുന്നത്. നമ്മൾ എന്താ വേണ്ടത്? സ്ട്രിങ്ങിന്റെ ഫസ്റ്റും അവിടെ നിന്ന് വായിക്കുന്നു ഇവിടെ നിന്ന് വായിക്കുന്ന ഒരേപോലെയാണ്. നമ്മൾ ലെഫ്റ്റ് റൈറ്റിലേക്ക് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും ഒരേപോലെ വായിക്കാൻ പറ്റണം. നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും സെയിം ആണോ നോക്കണം. അത് സെയിം ആണെങ്കിൽ ഫസ്റ്റ് ബട്ട് 1 സെക്കൻഡ് ലെറ്ററും ലാസ്റ്റ് ബട്ട് 1 ലെറ്ററും സെയിം ആണോ നോക്കണം. തേർഡും ലാസ്റ്റ് ബട്ട് 2 ലെറ്ററും സെയിം ആണോ നോക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇതിനൊരു ഇത് അമ്മ എന്ന് എഴുതുവാണെങ്കിൽ എന്ത് വേണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക, രണ്ടും സെയിം ആണ് നോക്കുക. ആദ്യം ഇത് രണ്ടും കമ്പയർ ചെയ്തു, ഇത് രണ്ടും കമ്പയർ ചെയ്തു, പിന്നെ ഇത് രണ്ടും കമ്പയർ ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ? എനിക്ക് വേറെ വാക്കുകളൊന്നും ഓർമ്മയില്ല. ആദ്യമേ എമ്മും സെയിം ആണെന്ന് നോക്കി, പിന്നെ എയും സെയിം ആണെന്ന് നോക്കി, ഈ എല്ലും എല്ലാം സെയിം ആണെന്ന് നോക്കി, സെയിം ആണെന്ന് നോക്കി, വൈ ആണ് കേട്ടോ, ഇത് വൈ ഒന്നും സെയിം ആണെന്ന് നോക്കി. സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ഇത് പാലിൻഡ്രോം ആണ്. സെയിം അല്ലെങ്കിൽ എന്ത് വേണം? പാലിൻഡ്രോം അല്ല എന്ന് വേണം പറയാം. ഓക്കെ, I'll show you the program too.
share screen. ഓക്കെ, ഈ സ്ക്രീൻ കാണാലോ അല്ലെ? ഇതാണ് ഒരു പാലൻഡ്രോം ആണോ അല്ല ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. വോയിഡ് മെയിൻ ഇന്റ് ലെങ്ത് ഫസ്റ്റ് ലാസ്റ്റ് സ്റ്റോപ്പ്. സ്ട്രിംഗ് എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. എൻ്റർ എ സ്ട്രിംഗ്, സ്ട്രിംഗ് റീഡ് ചെയ്തു. പെർസെൻറ്റേജസ് ആൻഡ് ഇല്ല, വെറുതെ str മാത്രമേ എഴുതുന്നുള്ളൂ. നമ്മൾ ലെങ്ത് ഈക്വൽ 0 എന്ന് കൊടുത്തു, c ഈക്വൽ ടു str 0 എന്ന് കൊടുത്തു. ഇനി എന്ത് വേണം? ഇതിന് വേണ്ടിയിട്ട് ദിസ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് സ്ട്രിംഗ്. തൊട്ട് മുമ്പ് അതേ പ്രോഗ്രാം ആണ്, ലെങ്ത് കണ്ടെത്തി. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കണം. ലാസ്റ്റ് വെച്ചാൽ ലെങ്ത് -1. നമുക്ക് ലെങ്ത് 6 എന്നാ കിട്ടുക. 6ന്റെ എന്താ കിടക്കണേ? str of 6 എന്താ കിടക്കുന്നത്? ഇത് /0 ആണ്. /0 തൊട്ട് മുമ്പ് കിട്ടിയാൽ മതി. അപ്പൊ ലാസ്റ്റ് ഈക്വൽ ലെങ്ത് -1 കിട്ടി. സ്റ്റോപ്പ് എന്താണ്? പകുതി എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ലാസ്റ്റ് ബൈ 2 മതി. പോലെ മലയാളത്തിൽ ബൈബിൾ എത്തി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ചെക്ക് ചെയ്യണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ ലാസ്റ്റ് ബൈ 2 ആകുമ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? വൈൽ ഫസ്റ്റ് ലെസ് ദാൻ ഈക്വൽ ടു സ്റ്റോപ്പ്. അതായത് ഫസ്റ്റ് നമ്മുടെ പോയിന്റർ ക്രോസ് ചെയ്യുന്ന വരെ വേണം റിപ്പീറ്റ് ചെയ്യാൻ. ഈ str of first നോട്ട് ഈക്വൽ str of ലാസ്റ്റ് ആണെങ്കിൽ എന്ത് വേണം? സ്ട്രിംഗ് ഈസ് നോട്ട് എ പാലൻഡ്രോം. എപ്പോഴെങ്കിലും തെറ്റി എന്ത് വേണം? സ്ട്രിംഗ് ഈസ് നോട്ട് എ പാലൻഡ്രോം എന്ന് പറയാ, ബ്രേക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഫസ്റ്റിന്റെ വാല്യൂ കൂട്ടി ലാസ്റ്റിന്റെ വാല്യൂ കുറച്ചു. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക until the first crosses last. Okay, this you have to repeat until the pointer that points to first crosses the last one. Okay, ചെക്ക് ചെയ്യുമ്പോൾ പുറത്തു വരുമ്പോൾ ഇവിടെ ബ്രേക്കിന് പുറത്തു വന്ന് കാണിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാം തീർന്ന് പുറത്തു വന്നതായിരിക്കാം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയും വരെ മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ ചെക്ക് ചെയ്യുന്ന എപ്പോഴാണ്? ഫസ്റ്റ് ലാസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി എന്ത് വേണം? നമ്മൾ റീച്ച് ഹിയർ, ഇവിടെ എത്തുകയാണ്. ഇവിടെ എത്തുന്നതിനർത്ഥം എന്താ? ഐദർ വി ഹാവ് കെയിം ഫ്രം ദിസ്, ബ്രേക്കിന് പുറത്തു വരാം, ബ്രേക്ക് എടുത്ത് അതിനകത്ത് പുറത്തു വരാം. ഇല്ലെങ്കിൽ പ്രോഗ്രാം മുഴുവൻ ചെക്ക് ചെയ്തിട്ട് പുറത്തു വരാം. ഇത് തിരിച്ചറിയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കരുതാൻ ലാസ്റ്റ് ആണെന്ന് നോക്കാം. മനസ്സിലായോ? ഫസ്റ്റ് കരുതാൻ ലാസ്റ്റ് ആണെങ്കിൽ സ്ട്രിംഗ് പാലൻഡ്രോം ആയിരിക്കും. നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എന്തായാലും ഫസ്റ്റിന്റെ പോയിന്റർ ലാസ്റ്റിനേക്കാൾ വലുതായിരിക്കും. ജസ്റ്റ് ടെൽ യു അഗെയിൻ. Can you see the screen? See, നമ്മൾ മലയാളം എഴുതുമ്പോൾ എന്താ വരുന്നത്? ഇതാണ് ഫസ്റ്റ് പോയിന്റർ. ആദ്യമേ ഫസ്റ്റ് പോയിന്റർ ഇവിടെ വരും, എമ്മിൽ നിൽക്കും. ലാസ്റ്റ് പോയിന്റർ ഇവിടെ നിൽക്കും. സെയിം ആണ്. ഇങ്ങനെ കമ്പയർ ചെയ്ത് ഫസ്റ്റ് ഇവിടെ എത്തും, ഇവിടെ എത്തും, ലാസ്റ്റ് ഇവിടെ എത്തും, ഇവിടെ എത്തും, എയിലെത്തും, ഇവിടെ എത്തും. രണ്ട് പോയിന്റും എന്തുമായിട്ടും വൈയിലെത്തും. ഇനി എന്താണ്? ഫസ്റ്റിന്റെ പോയിന്റ് ഇവിടെ വരും. ദിസ് വിൽ ബി ദ ഫസ്റ്റ് പോയിന്റ് ആൻഡ് ദിസ് വിൽ ബി ദ ലാസ്റ്റ് പോയിന്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. ഫസ്റ്റിന് ലാസ്റ്റ് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് നമുക്ക് എന്ത് വേണം? വി ക്യാൻ സേ ദാറ്റ് the string is palindrome. Okay, when we cross the thing, we can say that the string is a palindrome. Now look at this one. This is string union. This is palindrome ആണോ അല്ലെങ്കിൽ നോക്കാം. This is the first one. First one എഴുതാം. This is your last. U equal to n ആണോ? അല്ല. അപ്പൊ തന്നെ ഇപ്പൊ തന്നെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുമ്പോൾ first is less than last ആയിരിക്കും. We come out of this, break ചെയ്ത് പുറത്തു വന്നു. അപ്പൊ ഫസ്റ്റ് is less than last ആയിരിക്കും. First is less than last. In this case, we can say that the string is not palindrome. Okay, string is not a palindrome. If first is, see, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് ലാസ്റ്റ് ക്രോസ് ചെയ്തു. ലാസ്റ്റ് ആണ് ലെസ്. ഫസ്റ്റ് will be greater than last. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വേണം? We can say that the string is a palindrome. Okay. We'll check one more program.
You can say reverse of a string. Reverse. ഒരു മിനിറ്റ് ആംസ്ട്രോങ് ഓക്കെ ഒരു സ്ട്രിങ്ങിന്റെ റിവേഴ്സ് കണ്ടെത്തണം. സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിവേഴ്സ് ആണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. വി ഹാവ് ഗിവൺ എ സ്ട്രിങ്, വി നീഡ് ടു ഗെറ്റ് എ റിവേഴ്സ്. എങ്ങനെ കണ്ടെത്താം? Okay. We have to find out the reverse of a string. Okay. That means suppose we are given flower, F-L-O-W-E-R. This is a string, str1. ഇതാണ് നമ്മുടെ str1. ഇതിന്റെ റിവേഴ്സ് എന്താ വരിക? റിവേഴ്സ് ഷുഡ് ബി തിരിച്ചെഴുതണം. R-E-W-O-L. This is your answer. Whatever be your string, we have to reverse it. 0, 1, 2, 3, 4, 5. 0, 1, 2, 3, 4, 5. This is a reverse of string. ഇതാണ് ഒബ്ജക്റ്റീവ്. ഒരു സ്ട്രിങ് വെട്ടി റിവേഴ്സ് ചെയ്യണം. എങ്ങനെ റിവേഴ്സ് ചെയ്യാം? /0 ഉണ്ടാവും. എപ്പോഴും /0 ആണ് ചെക്ക് ചെയ്യുന്ന സാധനം. /0 ആണ് സ്ട്രിങ്ങിന്റെ എൻഡ്. എന്തിനു വേണ്ടിയാണ് /0 എൻഡ് കൊടുക്കുന്നത്? സ്ട്രിങ് ഒരു വേരിയബിൾ ലെങ്ത്, ഒരു ഡാറ്റ ടൈപ്പ് സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് സിയിലില്ല, സിയിൽ സ്ട്രിംഗ് എന്നില്ല, അത് അറേ ഉപയോഗിച്ചാൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സ്ട്രിംഗ് പലതും പല സൈസ് ആയിരിക്കും. ഇറ്റ് വിൽ ബി എ വേരിയബിൾ ലെങ്ത്. അപ്പൊ ഫിക്സഡ് ലെങ്ത്തിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻഡ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് /0. ഓക്കെ, ഈ സ്ട്രിംഗിന്റെ റിവേഴ്സ് എങ്ങനെ എടുത്താൽ? സപ്പോസ് ദി സ്ട്രിംഗ് ഈസ് ഗിവൺ, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ്. ലെങ്ത് ഓഫ് സ്ട്രിംഗ്, സപ്പോസ് ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ് LEL എന്താ കിട്ടുന്നത്? 6 എന്ന് കിട്ടുന്നു. അപ്പൊ എന്ത് വേണം? നമുക്ക് ലാസ്റ്റ് പോയിന്റർ എന്ത് വേണം? ലാസ്റ്റ് പോയിന്റർ വിൽ ബി ലെങ്ത് -1. 5 മുതൽ റിവേഴ്സ് ഓർഡറിൽ റിവേഴ്സിൽ റൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആദ്യമേ എന്ത് വേണം? 5 റൈറ്റ് ചെയ്യണം. റിവേഴ്സ് ഓഫ് സ്ട്രിംഗിന്റെ 0 എന്ന് പറയുന്നത് എന്ത് വരും? str1ന്റെ 5th കൊണ്ടായിരിക്കണം. ഓക്കെ, ഇനി എന്താ? ഇത് കൂട്ടണം. റിവേഴ്സ് ഓഫ് 1 വിൽ ബി str of 4. ഇത് 2, ഇത് 3, ഇത് 3, ഇത് 4, അങ്ങനെ വേണം. ഇവിടുത്തെ പോയിന്റ് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കണം, ഇവിടുത്തെ പോയിന്റ് കുറഞ്ഞുകൊണ്ടിരിക്കണം. This is how we reverse a string. I'll show you the program also. Look at this one. Here look here. We have read the str first string, rstr reverse of the string. String read ചെയ്തു. ഇവിടെ ഉപയോഗിച്ച കീവേഡ് നോക്കി, ഒരു പ്രോഗ്രാം gets str. നമുക്ക് %s ഉപയോഗിച്ച് scan of %str റീഡ് ചെയ്യാം, അല്ലെങ്കിൽ gets കമാൻഡ് ഉപയോഗിച്ച് റീഡ് ചെയ്യാം. gets നമ്മൾ പഠിച്ചതാണ്, gets ഉപയോഗിച്ച് റീഡ് ചെയ്യാം. ഇത് അനന്തർ ലൈബ്രറി ഫംഗ്ഷൻ ആണ് strlen. strlen stands for length of a string. സ്ട്രിങ്ങിന്റെ ലെങ്ത് തിരിച്ചറിയാം. നമ്മൾ തൊട്ട് മുമ്പ് സ്ട്രിംഗ് ലെങ്ത് എങ്ങനെ സ്വയം കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം എഴുതി നമുക്ക് വേണമെങ്കിൽ ഫംഗ്ഷൻ ഉപയോഗിക്കാം, strlength. ഓക്കെ, നിങ്ങൾ പ്രാക്ടിക്കൽ പ്രോഗ്രാമിൽ സ്വന്തമായിട്ട് എഴുതാനാണ് പറയാ. അതല്ലാത്ത റിവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് strlength ഉപയോഗിക്കാം, അത് എഴുതണമെന്നില്ല. തൊട്ടുമുമ്പത്തെ പ്രോഗ്രാം strlength ഉപയോഗിച്ച് സ്ട്രിംഗിന്റെ ലെങ്ത് കണ്ടെത്താം. ഇത് വേണമെങ്കിൽ എന്ത് വേണം? we have to include #include string.h. we have to include this should be included. okay, string.h include ചെയ്യണം. ഓക്കെ, ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് കണ്ടെത്തി. ഇനി എന്ത് വേണം? j = 0. ഐയുടെ വാല്യൂ എന്താ വേണ്ട? i = ലെങ്ത് -1 മുതൽ വേണം ചേഞ്ച് ചെയ്യാനായിട്ട്. ലെങ്ത് -1 മുതൽ 0 വരെ റിവേഴ്സ് ഓർഡറിലാണ് പോകുന്നത്, ലാസ്റ്റിന് ഫസ്റ്റിലേക്ക്. rstr of j, യുടെ വാല്യൂ അതിപ്പോ 0 ആണ്. 0ൽ എന്ത് വേണം? iയിലെ ലാസ്റ്റ് വൺ. look at this one. str of j will be str of i. j യുടെ വാല്യൂ ഇനിഷ്യൽ വാല്യൂ 0 ആണ്, iയുടെ ഇനിഷ്യൽ വാല്യൂ
സ്ട്രിങ്ങിന്റെ ലെങ്ത് ആയിരിക്കും, ലെങ്ത് -1 ആയിരിക്കും. ഓക്കെ, ജെ ഇൻക്രിമെന്റ് ചെയ്യുക, ഐ ഇവിടെ കുറയുന്നുണ്ട്, ഐ ഇവിടെ കുറച്ചു, ജെ കിട്ടി. നേരത്തെ വൈൽ ലൂപ്പ് ചെയ്തിരുന്ന ഇത് ഫോർ ലൂപ്പ് ആണെങ്കിൽ ഏത് ലൂപ്പുകൾ ഉപയോഗിക്കും. ബൈ ദ ടൈം യു ഹാവ് ടു റൈറ്റ് യുവർ പ്രോഗ്രാംസ്. ഇത്രയും പ്രോഗ്രാംസ് ചെയ്തു കഴിഞ്ഞു, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രോഗ്രാം എഴുതാനുള്ള കഴിവൊക്കെ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ സ്വന്തമായിട്ട് പ്രോഗ്രാം എഴുതുക, ഫോർ ലൂപ്പ് മാറ്റി വൈൽ ലൂപ്പ് ആക്കി റീപ്ലേസ് ചെയ്ത് നോക്കുക. സെയിം ഞാൻ തന്നെ അതേ പ്രോഗ്രാം തന്നെ പകർത്തി കണ്ടുപിടിക്കേണ്ട, ചേഞ്ച് ദ ലൂപ്പ്. ചെറിയ ചേഞ്ച് ആയിട്ട് വരുള്ളൂ. സോ യു വിൽ ലേൺ ഹൗ ടു റൈറ്റ് എ പ്രോഗ്രാം. ഓക്കെ, ചെയ്യാം. ഇനി എന്ത് വേണം, നമ്മൾ റിവേഴ്സ് കണ്ടുപിടിച്ചു. റിവേഴ്സ് കണ്ടുപിടിച്ച് എന്താ വേണ്ട, ലാസ്റ്റ് വണ്ണിൽ /0 ഇടണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും, സ്ട്രിംഗ് അവസാനിക്കില്ല. ദിസ് ഇമ്പോർട്ടന്റ്. യു ഹാവ് ടു സെറ്റ് ലാസ്റ്റ് വാല്യൂ ആസ് /0. റിവേഴ്സ് ഓഫ് സ്ട്രിംഗ് പുട്സ് ഉപയോഗിച്ച് റിവേഴ്സ് പ്രിന്റ് ചെയ്തു. കണ്ടോ, പുട്സ് ഉപയോഗിച്ച് റിവേഴ്സ് പ്രിന്റ് ചെയ്തു. പുട്സ് str സ്ട്രിംഗ് കഴിഞ്ഞു, റിവേഴ്സ് ഓഫ് സ്ട്രിംഗ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. പുട്സ് str. നമ്മളിപ്പോ ഇതിനകത്ത് ഈ പ്രോഗ്രാമിൽ പഠിക്കുന്ന കുറച്ച് ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. ഒന്ന് ഏതൊക്കെയാണ്, ഒന്ന് ഗെറ്റ്സ്, ഒന്ന് str ലെങ്ത്, പുട്സ്. 3 ലൈബ്രറി ഫംഗ്ഷൻസ് ഉപയോഗിച്ചാണ് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രം. സ്വന്തമായിട്ട് വേണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. ദിസ് ഇസ് ഹൗ യു റൈറ്റ് ദ സ്ട്രിംഗ്. ക്ലിയർ? വരെ റിവേഴ്സ് ഓഫ് സ്ട്രിംഗ് ആയി. ഇനി പാലിൻഡ്രോം ആണോ ചിക്കാൻ നമുക്ക് ഇതേ പ്രോഗ്രാം വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ സ്ട്രിംഗ് കണ്ടുപിടിച്ചു, റിവേഴ്സും കണ്ടുപിടിച്ചു. ഇനി രണ്ടോട് കമ്പയർ ചെയ്താൽ മതി. We can compare two string using strcmp function. Look here. This is strcmp. strcmp എന്തിനു വേണ്ടിയിട്ടാ? To compare two strings. സെയിം ആണെങ്കിൽ എന്ത് വേണം? See, if not strcmp, str or str. The string and its reverse is same, so the string is a palindrome. Otherwise, the string and its reverse is not same, so the string is not a palindrome. Okay. ഇതിന്റെ അർത്ഥം എന്താ? strcmp എന്താ റിട്ടേൺ ചെയ്യുക? സ്ട്രിംഗ് രണ്ടും സെയിം ആണെങ്കിൽ 0 ആണ് റിട്ടേൺ ചെയ്യുക. ഇപ്പൊ ഈ 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ലൂപ്പിന്റെ അകത്ത് എന്ത് പറയും, അത് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ട് if not 0 എന്ന് കൊടുത്തേക്കാം. Don't get confused. The confusion is strcmp str1 equal to 0 എന്ന് കൊടുത്താൽ മതി. സ്ട്രിംഗ് strcmp ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? It will return 0 if both strings are same. It will return -1 if string 1 is less than string 2. It will return positive value if string 1 is greater than string 2. Equal അല്ലെങ്കിൽ നോൺ സീറോ വാല്യൂ ആയിരിക്കും കിട്ടുക. ഈക്വൽ ആണെങ്കിൽ 0 ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ if not strcmp str or str means the string are same. The string and its reverse are same. ഇങ്ങനെ പാലിൻഡ്രോം എഴുതാം. പാലിൻഡ്രോം കണ്ടുപിടിക്കാൻ ഈ പ്രോഗ്രാം ഉപയോഗിക്കാം. റിവേഴ്സ് കണ്ടുപിടിക്കാൻ ഈ പ്രോഗ്രാം ഉപയോഗിക്കാം. പാലിൻഡ്രോം ആണ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. You can try any of this. ഓക്കെ, ഞാൻ 3 പ്രോഗ്രാം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. 3 പ്രോഗ്രാം ഒന്നുകൂടി പറയാം. ആദ്യമേ കണ്ട ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് ആണ്. ലെങ്ത് ഓഫ് സ്ട്രിംഗ് എങ്ങനെയാണ് പഠിച്ചേ? സ്ട്രിംഗ് റീഡ് ചെയ്തു, ജസ്റ്റ് സ്കാൻഫ് ഉപയോഗിച്ച് സ്ട്രിംഗ് റീഡ് ചെയ്തു. സ്കാൻ ഉപയോഗിച്ച് റീഡ് ചെയ്തു. ഇതിന് പകരം എന്ത് ഉപയോഗിക്കാം? ഗെറ്റ് സ്ട്രിംഗ് ഉപയോഗിക്കാം. ഈസി ആയിട്ട് ചെയ്യാം. GES സ്ട്രിംഗ് ഉപയോഗിച്ചാൽ മതി, ഒറ്റയടിക്ക് റീഡ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ്? വൈൽ സ്ട്രിംഗ് ആയി നോട്ട് ഈക്വൽ /0, അവസാനം /0 നമുക്കറിയാം. സ്ട്രിംഗിന്റെ അവസാനം എപ്പോഴും /0 ഉണ്ടാവും. The string ends with a /0. Okay, at the end you have a /0. So in order to find the length of string, what you have to do? You have to traverse the string until you reach /0. Whenever you reach /0, you can stop there. Okay, until you reach /0, go through the string. എവിടുന്ന് വേണം? From 0 to the end. So set I equal to 0. 0 മുതൽ /0 എത്തുന്ന വരെ സ്ട്രിംഗ് ട്രാവേഴ്സ് ചെയ്യാം. I++ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്ത് വേണം? I++ സ്ട്രിംഗിന്റെ ലെങ്ത് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് സ്ട്രിംഗ് നമ്മൾ 0 മുതൽ /0 കൗണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. നമ്മളിവിടെ ചെയ്യുന്നത് /0 വരെ കൗണ്ട് ചെയ്യുക. /0 ഇൻക്ലൂഡ് ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് സ്ട്രിംഗിന്റെ ലെങ്തിനേക്കാൾ 1 കൂടുതലായിരിക്കും കിട്ടണ്ടേ? അതെന്തുകൊണ്ടാ? നമ്മൾ 0 മുതൽ കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് 2 എറർ വരുമ്പോൾ ക്യാൻസൽ ആയി പോകും. മേക്ക് ദാറ്റ് പോയിന്റ് ക്ലിയർ. ഓക്കെ, ഈ സപ്പോസ് എന്റെ സ്ട്രിംഗ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 0, ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 നമുക്ക് ഉത്തരം കിട്ടുക. /0 കൂട്ടിയിട്ട് ഉത്തരം കിട്ടുക. പക്ഷെ ഉത്തരം കറക്റ്റ് ആവുന്ന എന്തുകൊണ്ട്? നമ്മൾ 0 മുതൽ കൗണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ശരിക്കും ആൻസർ 14 ആണ്. 0 to 13 നമ്പർ എഴുതുന്നുള്ളൂ. അതുകൊണ്ടാണ് /0 കൂട്ടിയുമ്പോൾ ആൻസർ കറക്റ്റ് ആയി വരുന്നത്. /0 കൂട്ടണം. ഇവിടെ ഈക്വൽ ടു കമ്പൽസറി, ഈക്വൽ ടു വേണം. /0 എത്തുന്ന വരെ ചെയ്യണം. /0 കൂട്ടി നമ്മൾ സ്ട്രിംഗിന്റെ ലെങ്ത് പറയുന്നത്. പക്ഷെ 0 മുതൽ അറയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് 0 മുതൽ ആയതുകൊണ്ട് ആൻസർ കറക്റ്റ് ആവും. 2 എറർ ഒരു പോസിറ്റീവ് ആവുന്ന പറഞ്ഞ പോലെയാണ് ആൻസർ വരുന്നത്. ആൻസർ ഇസ് I -1 അല്ല, I ആണ്. ഓക്കെ, this will find out length of a string. രണ്ടാമത് പറഞ്ഞ പ്രോഗ്രാം എന്താ? പാലിൻഡ്രോം കണ്ടെത്താനാണ്. പാലിൻഡ്രോം കണ്ടെത്താൻ ഇവിടെ ലെങ്ത് ഓഫ് സ്ട്രിംഗ് കണ്ടുപിടിച്ചു. ഇത്രയും ഗ്രൂപ്പിൽ എന്ത് വേണം? നമുക്ക് ലെങ്ത് ഉപയോഗിക്കാം.
You can use the same function str length. str ഉപയോഗിക്കുമ്പോൾ string dot വെച്ചാണ് ഇൻക്ലൂഡ് ചെയ്യാൻ. ഇനി എന്ത് വേണം, സ്ട്രിങ്ങിന്റെ ഫസ്റ്റ് ലാസ്റ്റ് വരെ കമ്പയർ ചെയ്യാം. ഫസ്റ്റ് ലാസ്റ്റ് സെയിം അല്ലയോ, സെയിം അല്ലെങ്കിൽ പുറത്തേക്ക് വന്നു, സെയിം ആണെങ്കിൽ ഫസ്റ്റ് കൂട്ടി ലാസ്റ്റ് കുറച്ചു. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് if first is greater than last ആണ് string palindrome ആയിരിക്കും, അല്ലെങ്കിൽ string palindrome. This is one of the ending condition. You can think of something else. എങ്ങനെ ട്രേസ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഒരു പ്രോബ്ലം എന്താ, ഇതിനകത്ത് പുറത്തു വരുമ്പോൾ ഇതിന് പുറത്തു വരാം, ബ്രേക്ക് ഉപയോഗിച്ച് പുറത്തു വരാം, അല്ലെങ്കിൽ പ്രോഗ്രാം തീർന്ന് പുറത്തു വരാം. ക്ലിയർ? ആരുടെ സൗണ്ട് വരുന്നേ? ജസ്റ്റ് മ്യൂട്ട് യുവർ മൈക്ക്. ഓക്കെ, ഇനിന്താ ഇവിടെ പ്രോഗ്രാമിൽ അതായത് നമ്മൾ സ്ട്രിങ് പാലൻഡ്രോം ആണോ അല്ലേ നോക്കുന്നു, ഫസ്റ്റ് ലാസ്റ്റ് സെയിം ആണോ നോക്കുന്നു, ഫസ്റ്റ് ബട്ട് വണ്ണും ലാസ്റ്റ് ബട്ട് വൺ സെയിം ആണോ നോക്കുന്നു. അങ്ങനെ ലെഫ്റ്റ് റൈറ്റിലേക്കും റൈറ്റിൽ ലെഫ്റ്റിലേക്കും കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇവിടെ ചെക്ക് ചെയ്ത് പ്രോഗ്രാം തീർന്ന് നമുക്ക് ഇവിടെ എത്തി. സപ്പോസ് നമ്മൾ കൺട്രോൾ ഇവിടെ എത്തി. കൺട്രോൾ ഇവിടെ എത്തി എങ്ങനെയൊക്കെ വരാം, ഒന്നെങ്കിൽ ബ്രേക്ക് ഉപയോഗിച്ച് വരാം, ഇല്ലെങ്കിൽ പ്രോഗ്രാം തീർന്നിട്ട് വരാം. ഈ ലൂപ്പ് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്ത് വരാം, അല്ലെങ്കിൽ ബ്രേക്കിന് വരാം. അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണം പാലൻഡ്രോം ആണോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യണ്ടേ, പാലൻഡ്രോം ആണോ അല്ലയോ എന്ന് പ്രിന്റ് ചെയ്യണം. പാലൻഡ്രോം അല്ലാത്ത കേസ് മുഴുവൻ എന്തായാലും പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് പുറത്തു വരുന്നതാണോ, അത് ചെയ്തിട്ട് തീർന്നിട്ട് പുറത്തു വരണം എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വരുന്ന ലാസ്റ്റ് കണ്ടീഷൻ കൊടുക്കുന്നത്. വെറുതെ പ്രിന്റ് ഇട്ട് എന്ത് പറ്റും, ഇതും വരും ഇതും വരും. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മാത്രം വന്നാൽ മതി. അതുകൊണ്ട് ഫസ്റ്റ് വരുന്ന ലാസ്റ്റ് ആണോ ചെക്ക് ചെയ്തു, ആണെങ്കിൽ മാത്രം പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാ, രണ്ട് രീതിയിൽ പുറത്തു വരും. ഒരു വിധത്തിൽ മാത്രമേ പുറത്തു വരും, ഇവിടെ ഇതിന്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് വരുമ്പോൾ ബ്രേക്ക് വഴി പുറത്തു വരാം, അല്ലെങ്കിൽ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ട് പുറത്തു വരാം. എങ്ങനെയാണ് ഇവിടെ എത്തുന്ന അറിയാനാണ് ഫസ്റ്റ് വരുന്ന ലാസ്റ്റ് ആണ് കണ്ടീഷൻ. ഓക്കെ, രണ്ടാമത്തെ പ്രോഗ്രാമായി. മൂന്നാമത്തെ എന്താ, റിവേഴ്സ് കണ്ടെത്താനാണ്. റിവേഴ്സ് എങ്ങനെ കണ്ടെത്തണേ, ലെങ്ത് ഓഫ് സ്ട്രിങ് കണ്ടുപിടിച്ചു. ഇത് മൂന്നാമത്തെ എല്ലാ ഫംഗ്ഷൻസ് ഉപയോഗിച്ചു. നമുക്ക് റിവേഴ്സിന്റെ പ്രോഗ്രാം മാത്രമേ എഴുതുന്നുള്ളൂ. റിവേഴ്സ് ചെയ്യുന്ന എങ്ങനെയാ, ലാസ്റ്റ് ലെങ്ത് -1 മുതൽ ഫസ്റ്റ് വരെ, ലാസ്റ്റ് ഫസ്റ്റ് വരെ പ്രോഗ്രാം ലൂപ്പ് കണ്ടെത്താം. str str of I. ഓക്കെ, j++. ക്ലിയർ? str ലാസ്റ്റ് ഒരു /0 വേണം. സ്ട്രിങ്ങിന്റെ അവസാനിപ്പിക്കുന്ന എപ്പോഴും /0 ഉപയോഗിച്ചിട്ടാണ്. സോ യു ഹാവ് ടു റൈറ്റ് ദ /0. റിവേഴ്സ് സ്ട്രിങ് പ്രിന്റ് ചെയ്യുക, പുട്സ് ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതേ പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് സ്ട്രിങ് പാലൻഡ്രോം ആണോ അല്ലയോ നോക്കാം. റിവേഴ്സ് ചെയ്തിട്ട് പാലൻഡ്രോം ആണോ അല്ലയോ നോക്കാം. റിവേഴ്സ് ചെയ്ത് വെറുതെ strcmp ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. strcmp ഫംഗ്ഷൻ ഇതിന് വേണ്ടിയിട്ട് രണ്ട് സ്ട്രിങ് സെയിം ആണ് കമ്പയർ ചെയ്യാനായിട്ടാണ്. സ്ട്രിങ് and its reverse is same, so the string is palindrome. So clear? Now I will give you one program. You have to think about it. Okay. Now this is a program. Find a string that ends with a particular character. Then ചെയ്യില്ല, നിങ്ങൾ നോക്കുക. Okay, ഒരു string ആണ്. സ്ട്രിങ്ങിന്റെ അവസാനം എന്താണ്. For example, I have given a string flower. This is your input string. str സംഭവം ഫ്ലവർ ആണ്. end r. r തൊട്ട് ഫ്ലവർ, നമുക്ക് ഉത്തരം എന്ത് വേണം, ഫ്ലവർ ends with r. ശരിയല്ലേ? r എന്ന് കൊടുത്തു. നമ്മൾ end string x കൊടുക്കുകയാണ്. അപ്പൊ ഉത്തരം എന്ത് വേണം, ഫ്ലവർ not ends with r, ends with x. അവസാനം x അല്ല. ഇതാണ് പ്രോഗ്രാം. ഒരു സ്ട്രിംഗ് കൊടുത്തു, അതിന്റെ അവസാനത്തെ വാല്യൂ കൊടുത്തു, സെയിം ആണോ അല്ലെന്ന് കമ്പയർ ചെയ്യാം. You try to write it yourself. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. Find a string that end with a particular character. Find a string that end with a particular character. String will be given to you, character also will be given to you. You have to check whether the string ends with a particular character. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമ്മൾ ഫോർ എക്സാമ്പിൾ ക്യാരക്ടർ, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ കൊടുക്കുകയാണ്. ദിസ് ഇസ് എൻഡ്സ് വിത്ത് ആർ. ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എസ് എന്ന് പറയണം, ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൺ, എസ് എന്ന് പറയണം, ടി എന്ന് പറഞ്ഞാൽ നോ എന്ന് പറയണം. ക്ലിയർ? ഒരു സ്ട്രിംഗ് കൂടെ പറയാം. എല്ലാത്തിനും ആറാണ് വരുന്നത്. ടേബിൾ, this is your string, str is table. എൻഡിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, എൻഡിൽ എ എന്ന് കൊടുക്കുകയാണ്, ആൻസർ നോ. ഇ എന്ന് കൊടുക്കുകയാണെങ്കിൽ യെസ്, ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ നോ. ഇതാണ് ഉത്തരം ചെയ്യേണ്ടത്. ഒരു സ്ട്രിംഗ് കൊടുക്കുക, ഒരു ക്യാരക്ടർ കൊടുക്കുക. നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് സ്ട്രിങ്ങിന്റെ അവസാനം ഈ ക്യാരക്ടർ ആണോ അല്ലയോ നോക്കണം. ഇത് രണ്ടും സെയിം ആണോ നോക്കണം. ഓക്കെ.
This is what you have to do. ഇതെങ്ങനെ ചെയ്യണം? ഇതിന്റെ വലുത് ഇതെന്താ ലാസ്റ്റ് സ്ട്രിങ് ആണ്. ഇത് ഐ ആണെങ്കിൽ എന്തുകൊണ്ട് ഇത് തൊട്ട് മിനിറ്റ് പറയാം. ടേബിളിൽ എഴുതുമ്പോൾ എങ്ങനെ വരിക? TABLE ലാസ്റ്റ് സ്ലാഷ് സീറോ വരും. TABLE സ്ലാഷ് സീറോ ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. സർവീസ് സ്റ്റോർ. സർവീസ് സ്റ്റോർ ചെക്ക് ചെയ്യുന്നത് എന്താ? ഇയും സ്ലാഷ് സീറോ സെയിം ആണോ നോക്കണ്ടേ? സോറി, ഇയും എൻഡും. സപ്പോസ് ഇത് നമ്മൾ എൻഡ് കൊടുക്കുന്നത് എൻഡ് എസിക്കൽ എ എന്ന് കൊടുക്കുന്നത്. ഇയും എയും സെയിം ആണെന്ന് നോക്കണ്ടേ? ലാസ്റ്റ് വൺ എങ്ങനെ അറിയാൻ പറ്റുക? തൊട്ടിപ്പുറത്ത് സ്ലാഷ് സീറോ ഉണ്ടാവും. അപ്പൊ ഐ ഇതാണെങ്കിൽ I+1 സ്ലാഷ് സീറോ ആയിരിക്കും. സോ ഇഫ് I+1 is slash 0, we have to compare I. Program താഴേക്കുണ്ട്. I am not showing you. You just think about it. Think about it. Write the program. Tomorrow നാളെ ക്ലാസ്സിൽ വരുമ്പോൾ ഈ പ്രോഗ്രാമിന് റഫ് എഴുതിയിട്ട് വേണം വരാൻ. Okay. To find a string that ends with a particular. Okay, then that's enough. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞ അസൈൻമെന്റ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. Okay, thank you then.